എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിരുന്നില്ല, കുറച്ച് അസൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വാരാഹി അമ്മയുടെ ഒരു പുതിയ മന്ത്രജപമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. എല്ലാവർക്കും അറിയാവുന്നതാണ് വാരാഹി ദേവി അത്ഭുതമാണ് വാരാഹി ദേവിയുടെ ആ ഒരു ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത്. ഭയങ്കര ശക്തിയുള്ള പവർഫുൾ മന്ത്രമാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. അതുപോലെ തന്നെ ലാസ്റ്റ് 2-3 വീഡിയോസിനകത്ത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നത്, പിന്നെ അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിലുണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ എനിക്ക് അവരോടൊക്കെ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വിഷമം എന്ന് പറയുന്നത് ഇപ്പോൾ ഏതൊരു നല്ല രീതിയിൽ വരുന്ന ആൾക്കും വിഷമം എന്ന് പറയുന്നത് ഏതൊരു സ്റ്റേജിൽ വേണമെങ്കിലും വരാം. അതിന് പ്രത്യേകിച്ച് ടൈമോ കാര്യങ്ങളോ ഒന്നും പ്രത്യേകിച്ച് ടൈമൊന്നും ഉണ്ടാവണം എന്നില്ല. സോ അപ്പം നമ്മൾ അതിനെ തരണം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ അവിടെ തളർന്നു പോവുകയോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സാഹചര്യം നമ്മൾ അഡ്ജസ്റ്റ് ആവാണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടിലൂടെ നമ്മൾ വീണ്ടും പ്രശ്നങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നമുക്കതിൽ നിന്നും ഒരിക്കലും ഓവർകം ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല എന്നുള്ള ആ ഒരു ധാരണ മാറ്റി നമ്മളെ കൊണ്ടാവും, നമുക്കതൊക്കെ ഫൈറ്റ് ചെയ്ത് നമുക്ക് മുന്നേറാൻ കഴിയും എന്നുള്ള ആ ഒരു ബോധ്യം, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് നമ്മൾ ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക. ഏതൊരു പ്രതിസന്ധിയും നമുക്ക് തരണം ചെയ്ത് അല്ലെങ്കിൽ ഓവർകം ചെയ്ത് വരാൻ പറ്റും. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ ബോൾഡ്നെസ്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് വളരെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. മെയിനായിട്ട് ഞാൻ പറയാൻ വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വിചാരിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ പലർക്കും ഉണ്ടാവില്ല, അല്ലെങ്കിൽ എല്ലാവരും ഹാപ്പി ആയിട്ടാണുള്ളത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ശരിക്കും ചെറിയ രീതിയിലൊക്കെ എല്ലാവർക്കും ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു വേദന, ഇത്രയും ഭയങ്കരമായ വിഷമം എനിക്ക് മാത്രമേ ഉള്ളൂ, അങ്ങനെയൊന്നുമില്ല. എല്ലാവരിലും ഉള്ളത് കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്ന് കരുതി നമ്മളതിനെ അതെടുക്കുന്ന ആ ഒരു പ്രശ്നം നമ്മളെടുക്കുന്ന രീതിയിലും വ്യത്യാസമുണ്ട്. ഓരോ ആളും ആ ഓരോ പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ രീതി വ്യത്യാസമുണ്ട്. അത് നമുക്ക് ഉണ്ടായിപ്പോയി, ശരി, നമുക്ക് ആ ഒരു വിഷമത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്, നമ്മളതെങ്ങനെ ഓവർകം ചെയ്യണം എന്നതിലാണ് വലിയ കാര്യം. അതെങ്ങനെ നമുക്കത് മാറ്റിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ സൈഡിൽ നിന്ന് എഫേർട്ട് വേണം. അതുപോലെ നമ്മൾ ഭഗവതിയെ വിളിക്കാം. ഭഗവതിയെ വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളുടെ ഏതൊരു കാര്യവും, അസാധ്യ കാര്യവും സാധിച്ചു തരുന്നതാണ് ഭഗവതി ഒരിക്കലും നമ്മളെ കൈവിടില്ല കേട്ടോ. അത്രയും പവർഫുള്ളാണ്. ഞാനിത് പറയാൻ കാര്യം, ഒരുപാട് ദുരിതങ്ങളിലൂടെ അനുഭവിക്കുന്ന ഒരുപാട് വ്യക്തികളെ അറിയാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ലോകത്ത് ഈ ഒരു പ്രശ്നമൊന്നുമല്ല, ഇതിലും വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയതാണ് ഇപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞൊരു ഇൻസിഡൻറ്റ്. നമുക്കെല്ലാവർക്കും അറിയാം, വയനാട് ഡിസാസ്റ്റർ. ആ ഒരു ഉരുൾപൊട്ടലിലൂടെ എത്ര പേരാ അവർക്ക് കുടുംബത്തെ നഷ്ടപ്പെട്ടു, അവരുടെ വീടും പണവും ഒക്കെ പോയി അല്ലേ. അപ്പോൾ ഇപ്പോൾ ഉണ്ടാവുന്ന ആ ഒരു വിഷമം എന്ന് പറയുന്നതൊക്കെ ശരിക്കും ഒന്നുമല്ല. അവരുടെ മുമ്പിൽ നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അല്ലേ. ഒരു കുടുംബമായിട്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ നിൽപ്പുണ്ടെന്നുള്ള ആ ഒരു ബലമുണ്ട് അല്ലേ. നമുക്ക് എപ്പോഴും വേണ്ടത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു പാർട്ടായിട്ട് എടുക്കുക. അതായത് നമുക്ക് അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഭഗവതിയുടെ ആ ഒരു പവർഫുൾ മന്ത്രം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, വളരെ പവർഫുള്ളായിട്ടുള്ള മന്ത്രമാണ്. ഈ ഒരു മന്ത്രം നമുക്ക് കംഫർട്ടബിളായിട്ടുള്ള ടൈമും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് സ്പെഷ്യലായിട്ട് ഒരു ടൈം തന്നെ വേണമെന്നില്ല. പക്ഷേ വാരാഹി ദേവിയുടെ പ്രെയർ ഏറ്റവും ഉത്തമം അർദ്ധരാത്രിയാണ്. അർദ്ധരാത്രി ജപിച്ചു കഴിഞ്ഞാൽ വാരാഹിയുടെ ബ്ലെസ്സിങ്സ് വളരെ വേഗം കിട്ടും എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ എനിക്ക് അനുഭവമുണ്ട് പേഴ്സണലി. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം ഏതാണോ ആ ഒരു ടൈമിൽ പ്രെയർ ചെയ്താലും നിങ്ങൾക്ക് എന്തായാലും അതിനുള്ള ഒരു ബ്ലെസ്സിങ്സ്, എന്തായാലും വാരാഹി അമ്മയുടെ ബ്ലെസ്സിങ്സ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും.
അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ നല്ല ചിന്ത മാത്രം ഉണ്ടാവേണ്ടതാണ്. നമുക്ക് ഒരിക്കലും മോശമായി ഒരാൾ നശിക്കണമെന്നോ അല്ലെങ്കിൽ ഒരാൾ നശിച്ചു പോയിക്കോട്ടെ, അവർക്ക് ഞാൻ ഒരിക്കലും ഈ മന്ത്രം പറഞ്ഞു കൊടുക്കില്ല, അല്ലെങ്കിൽ അവർ നശിക്കാനാണല്ലോ നമ്മൾ നോക്കണേ, അവരങ്ങനെ പോയിക്കോട്ടെ, അങ്ങനെ ഒരിക്കലും പറയരുത്. നമ്മളെല്ലാവരും നല്ല രീതിയിൽ വരണം, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നല്ല ബ്ലെസ്സിങ്സ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബം നല്ല രീതിയിൽ വരുള്ളൂ, നമുക്ക് നല്ലൊരു അനുഗ്രഹം ദേവിയുടെ കയ്യിൽ നിന്ന് ഭാഗത്തു നിന്നുണ്ടാവുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മനസ്സ് ശുദ്ധി വരുത്തി ദേഹവും ശുദ്ധി വരുത്തിയ ശേഷം നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാരാഹി അമ്മയുടെ ബ്ലെസ്സിങ്സ് ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ ഏതാണ് ആ മന്ത്രം എന്നുള്ളത് ഞാനിവിടെ മെൻഷൻ ചെയ്യാം, എല്ലാവരും കൂടെ ജപിക്കുക. അതുപോലെ തന്നെ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ പേരും നാളും ആവശ്യവും മെൻഷൻ ചെയ്യുക. അപ്പോൾ ഞാനതനുസരിച്ച് നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കൂടെ ജപിക്കാൻ കഴിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഓണാക്കുമ്പോൾ തന്നെ കൂടുതലായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കേട്ട ശേഷം മന്ത്രം ജപിക്കുക, അതായാലും മതി. ഈ ഒരു മന്ത്രം നിങ്ങൾ ജപിക്കേണ്ടത് 21 ദിവസം 21 തവണ ആയിട്ടാണ് ജപിക്കേണ്ടത്. ഓം വിശ്വവ്യാപിന്യേ നമഃ. 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 ഓം
വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം
വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം വിശ്വവ്യാപിന്യൈ നമഃ. ഓം